നമുക്ക് വേണ്ടി ഗാനം ആലപിക്കുന്നത് കർത്താദാസൻ ബ്രദർ കെ ബാബുവാണ്. കർത്താദാസനെ ഈ ലൈനിൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. വളരെ ശക്തമായിട്ട്, വളരെ ആത്മാർത്ഥതയോടുകൂടി, വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള ഗാനങ്ങൾ ഇവിടെ വന്ന് ആലപിക്കുകയും അത് നമുക്കെല്ലാം കരുണാനന്ദകരമാകുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ആത്മാവിൽ സ്പർശിക്കുന്ന ഗാനങ്ങളാണ് താൻ ഇവിടെ പാടിയിട്ടുള്ളത്. അതൊക്കെ നമുക്ക് ആശ്വാസവും നമ്മളെ ധൈര്യപ്പെടുത്തുന്നതും നമുക്ക് സന്തോഷദായകവും നമ്മുടെ പ്രത്യാശ വളർത്തുന്നതുമാണ്. ഇന്ന് രാത്രിയിലും അതുപോലെ ഒരു ഗാനത്തിന് വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുമ്പോൾ താമദാസൻ ബ്രദർ കെ ബാബുവിനെ ഗാന ശുശ്രൂഷയ്ക്കായി ഒക്കലോമ പ്രേരണ പാർട്ട്നേഴ്സ് നാമത്തിൽ ക്ഷണിച്ചുകൊള്ളും. മാംസഭുജമില്ലെനിക്ക്, മർത്യശബ്ദമില്ലെനിക്ക്, മാംസഭുജമില്ലെനിക്ക്, മർത്യശബ്ദമില്ലെനിക്ക്, വല്ലഭനേ നിൻ ശബ്ദം മാത്രം, വാനവനേ നിൻ ശബ്ദം മാത്രം, വല്ലഭനേ നിൻ ശബ്ദം മാത്രം, വാനവനേ നിൻ ശബ്ദം മാത്രം. വീഴുകിലെന്നെ താങ്ങിടും, വാഗ്ദത്തങ്ങൾ ഓർപ്പിച്ചിടും, വീഴുകിൽ എന്നെ താങ്ങിടും, വാഗ്ദത്തങ്ങൾ ഓർപ്പിച്ചിടും, കേരിത്തതിലും ഉറവ തുറക്കും, വാനവനേ നീ എന്നെ പുലർത്തും, കേരിത്തതിലും ഉറവ തുറക്കും, വാനവനേ നീ എന്നെ പുലർത്തും. മാംസഭുജമില്ലെനിക്ക്, മർത്യശബ്ദമില്ലെനിക്ക്, മാംസഭുജം ഇല്ലെനിക്ക്, മർത്യശബ്ദമില്ലെനിക്ക്, വല്ലഭനേ നിൻ ശബ്ദം മാത്രം, വാനവനേ നിൻ ശബ്ദം മാത്രം, വല്ലഭനേ നിൻ ശബ്ദം മാത്രം, വാനവനേ നിൻ ശബ്ദം മാത്രം. കാലടികളേറെയിടറി കാത്തിരിപ്പാൻ ശക്തിയില്ലാതായി, കാലടികൾ ഏറെയിടറി കാത്തിരിപ്പാൻ ശക്തിയില്ലാതായി, വഴുതി വീഴുവാൻ സമ്മതിച്ചില്ല, കാവൽക്കാരൻ എന്നെ താങ്ങി നിർത്തി, വഴുതി വീഴുവാൻ അവൻ സമ്മതിച്ചില്ല, കാവൽക്കാരൻ എന്നെ താങ്ങി നിർത്തി. മാംസഭുജമില്ലെനിക്ക്, മർത്യശബ്ദമില്ലെനിക്ക്, മാംസഭുജമില്ലെനിക്ക്, മർത്യശബ്ദമില്ലെനിക്ക്, വല്ലഭനേ നിൻ ശബ്ദം മാത്രം, വാനവനേ നിൻ ശബ്ദം മാത്രം, വല്ലഭനേ നിൻ ശബ്ദം മാത്രം, വാനവനേ നിൻ ശബ്ദം മാത്രം. അക്കരെ നാട്ടിൽ ഞാൻ എത്തുമ്പോൾ, എൻ പ്രിയൻ മുഖം കണ്ടിടുമ്പോൾ, അക്കരെ നാട്ടിൽ ഞാൻ എത്തുമ്പോൾ, എൻ പ്രിയൻ മുഖം കണ്ടിടുമ്പോൾ, ഇന്നീഹത്തിൻ നിന്നയെല്ലാം അന്നു മാറും അതെന്നേക്കുമായി, ഇന്നീഹത്തിൻ നിന്നയെല്ലാം അന്നു മാറും അതെന്നേക്കുമായി. മാംസഭുജമില്ലെനിക്ക്, മർത്യശബ്ദമില്ലെനിക്ക്, മാംസഭുജമില്ലെനിക്ക്, മർത്യശബ്ദമില്ലെനിക്ക്, വല്ലഭനേ നിൻ ശബ്ദം മാത്രം, വാനവനേ നിൻ ശബ്ദം മാത്രം, വല്ലഭനേ നിൻ ശബ്ദം മാത്രം, വാനവനേ നിൻ ശബ്ദം മാത്രം. ആമേൻ. സ്തോത്രം. താങ്ക് യു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം കേൾപ്പാൻ തക്കണം കർത്താവ് നമ്മുടെ കാതുകൾക്ക് സാവകാശം നൽകിയല്ലോ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനമായിരുന്നു
നമുക്ക് പറയാൻ കഴിയുന്നത് വല്ലഭനെ നിൻ ശബ്ദം മാത്രം, മാനവനെ നിൻ ശബ്ദം മാത്രം. മാംസഭുജമില്ല നമുക്കല്ലേ. നമ്മുടെ ശബ്ദം കർത്താവിന്റെ ശബ്ദമായി മാറുന്നു. നമ്മുടെ കരങ്ങളുടെ കർത്താവിന്റെ കരങ്ങളായി മാറുന്നു. നമ്മുടെ ചലനങ്ങൾ കർത്താവിന്റെ ചലനങ്ങളായിട്ട് മാറുമ്പോൾ നാം അവനിൽ ലയിച്ച് അവൻ നമ്മളിലൂടെ ഈ ലോകത്തിന് തന്നെ പ്രസന്റ് ചെയ്യുമ്പോൾ അത് നമുക്കൊരു അനുഗ്രഹമാകുന്നു, മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി മാറുന്നു. ആ ദൈവസ്നേഹത്തിലാണല്ലോ നമ്മുടെ പ്രിയപ്പെട്ടവർ ഇന്ന് ഉച്ച കഴിഞ്ഞ സമയത്ത് ഒക്ലഹോമ സിറ്റി ഡൗൺ പോയി മറ്റുള്ളവരുടെ സ്നേഹം പങ്കുവച്ചത്. കർത്താവ് പരിശുശ്രൂഷാവേളയിൽ പലയിടങ്ങളിൽ കടന്നുപോയി ഇതുപോലെയുള്ള ആളുകളെ കണ്ട് അവരെ ആരെയും കളയാതെ എല്ലാവരോടും തന്റെ സ്നേഹം പങ്കുവച്ചതുപോലെ ആ സ്നേഹം വഹിക്കുന്നവരായി തീരുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അനുഗ്രഹീത ഗാനം നമുക്ക് വേണ്ടി ആലപിച്ച കർത്താവദാസനോടുള്ള നന്ദി പ്രേരണ നാമത്തിൽ അറിയിക്കുന്നു. ഇനിയും തുടർന്നും അനേക വേദികളിൽ കർത്താവിനെ ഗാനത്തിലൂടെ ഉയർത്തുവാൻ ആ ശബ്ദത്തെ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. അടുത്ത ചില നിമിഷങ്ങൾ നിങ്ങളുമായിട്ട് കർത്താവ് തന്ന ഒരു ചിന്ത പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ചിന്ത എന്ന് പറയുമ്പോൾ ചില വാക്യങ്ങൾ വായിച്ച് ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുന്നു. കാരണം വളരെ തിരക്കുള്ള ദിവസങ്ങളായിരുന്നു. ഞങ്ങള് ബുധനാഴ്ച രാത്രി മിഡ്നൈറ്റ് കഴിഞ്ഞ ശേഷമാണ് ഭവനത്തിൽ വന്നത്. വ്യാഴാഴ്ച രാവിലെ തൊട്ട് എനിക്ക് മീറ്റിങ്ങുകൾ ഉണ്ടായിരുന്നു. ആ തിരക്കിനിടയിൽ ഒരു ദിവസത്തേക്ക് ഞങ്ങളുടെ മകൾ ക്രിസ്റ്റീന കടന്നു വന്നു. തന്റെ സ്നേഹിതയുടെ വെഡിങ് റിസപ്ഷനിൽ പങ്കെടുക്കുവാൻ എല്ലാവരെയും സർപ്രൈസ് ചെയ്തുകൊണ്ട് ഇന്നലെ വന്നു. ഇന്ന് തിരിച്ചുപോയി. ഏതാണ്ട് 8 മണിക്കൂറോളം എയർപോർട്ടിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കേണ്ടി വന്നു. വളരെ തിരക്കുള്ള സമയമായിരുന്നു. അതുകൊണ്ട് അങ്ങനെ മറ്റു കാര്യങ്ങളുമായിട്ട് വളരെ തിരക്കായിരുന്നു. എങ്കിലും ഹൃദയത്തിലേക്ക് കർത്താവ് തന്ന ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവദാസനോടെ തുടക്കത്തിൽ ഓർപ്പിച്ചതുപോലെ കർത്താവ് അനുവദിച്ചാൽ ഞാൻ ഈ ആഴ്ച നോർത്തിലേക്ക് കടന്നു പോവുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ പ്രാർത്ഥന കോട്ടയായിരുന്നു. യാത്രയിലും ശുശ്രൂഷയിലും ഒക്കെ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ടെന്നറിയാം. പ്രാർത്ഥനയ്ക്കെല്ലാം ഞാൻ മുന്നമേ നന്ദി പറയുന്നു. വിശേഷിച്ച് അടുത്ത മാസത്തിൽ അവിടെ IPCMB സ്റ്റേറ്റിന്റെ കൺവെൻഷൻ നടക്കുന്നു. പ്രത്യേകിച്ച് ആ കൺവെൻഷനെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം ചില ആഴ്ചകൾക്ക് മുമ്പാണ് ഈ പ്രാവശ്യം ഞങ്ങൾ കൺവെൻഷൻ നടത്തുന്നത് ഇൻഡോർ പട്ടണത്തിൽ വെച്ചാണ്. ചില ആഴ്ചകൾക്ക് മുമ്പാണ് അവിടെ ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന ദേവദാസന്മാരുൾപ്പെടെ ഉള്ളവരെ ചിലരെ അവിടെ അറസ്റ്റ് ചെയ്യുകയും അവരെ പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയൊക്കെ ചെയ്തത്. നാട്ടിൽ നിന്ന് വന്ന ദേവദാസൻ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായി. നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു. താങ്ക് യു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ആയിരിക്കുന്നത്. അവിടെ പലയിടത്തും നമുക്ക് സ്ഥലം കിട്ടാൻ, സ്കൂൾ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ഏത് ക്രൈസ്തവ സംഘടനകളായാലും മീറ്റിങ്ങുകളൊക്കെ നടത്തുന്നത് സാധാരണ ഏതെങ്കിലും ഒരു കാത്തലിക് സ്കൂളിലോ കോളേജിലോ ഒക്കെയാണ്. കാരണം ഈ സമയത്ത് അവിടെ അവധി ദിവസങ്ങളായിരിക്കും. ആ സമയത്താണ് ആ സ്ഥാപനം മൊത്തം നമ്മൾ റെന്റ് ചെയ്ത് അവിടെ വെച്ചാണ് മീറ്റിങ്ങുകൾ നടത്താറുള്ളത്. കാരണം വരുന്നവർക്ക് താമസ സൗകര്യവും മീറ്റിങ്ങുകളും എല്ലാം കൂടെ നടത്താൻ വേണ്ടി. എന്നാൽ ഈ പ്രാവശ്യം അങ്ങനെ പലയിടത്തും കാത്തലിക് ബിഷപ്പിനെ അവര് ഭീഷണിപ്പെടുത്തി. ബിഷപ്പ് ഓർഡർ കൊടുത്തു, അങ്ങനെയുള്ള സ്ഥാപനങ്ങളൊന്നും പുറത്താർക്കും കൊടുക്കരുത് എന്ന് ഓർഡർ കൊടുത്തതുകൊണ്ട് അവരാരും അതിന് ബിഷപ്പിന്റെ പിതാവിന്റെ ഓർഡറിനെ അവരാരും ധിക്കരിക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് സ്ഥാപനം കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. കഴിഞ്ഞ വർഷമേ കൺവെൻഷന്റെ അവസാന ദിവസം തന്നെ ഞങ്ങള് ആ സ്ഥാപനത്തിന് കഴിഞ്ഞ വർഷം കൺവെൻഷൻ നടന്ന ആ സ്ഥാപനത്തിന്റെ മാനേജറായിട്ടിരിക്കുന്ന അച്ഛനുമായിട്ട് സംസാരിച്ച് ഈ ഡേറ്റ് കൊടുത്തതും തരാമെന്ന് സമ്മതിച്ചതും പിന്നീട് 2-3 പ്രാവശ്യം പോയി കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്തതാണ്. എന്നാൽ നമുക്ക് തക്ക സമയത്ത് ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ ഇൻഡോറിൽ ഒരു സ്ഥാപനം നമുക്ക് സ്ഥലം തരാമെന്ന് പറഞ്ഞു, മീറ്റിംഗ് നടത്താമെന്ന് പറഞ്ഞതിന്റെ പേരിൽ ക്രമീകരണങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ദൈവത്തിൽ ആശ്രയിച്ച് പ്രാസംഗികരും റെഡിയായിട്ടുണ്ട്, ആളുകൾ വരാൻ തയ്യാറായിട്ടുണ്ട് അവിടെ. എന്നാൽ ആ മീറ്റിംഗ് നടക്കുന്ന സമയത്തോ ആളുകൾ അവിടേക്ക് വരുമ്പോഴോ മടങ്ങി പോകുമ്പോഴോ ഒന്നും ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. പലയിടങ്ങളിൽ നിന്ന് പല പ്രിയപ്പെട്ടവര് കടന്നു വരുന്നുണ്ട്. ഇവിടെ നിന്ന് ഞങ്ങൾ പോകുന്നതോടൊപ്പം തന്നെ ഇംഗ്ലണ്ടിൽ നിന്നും അതുപോലെ തന്നെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ഇവിടെ കടന്നു വരുന്നുണ്ട്. മീറ്റിങ്ങിനെ ഓർത്തും അവരുടെ സുരക്ഷിതത്വം ഓർത്തും പ്രത്യേകിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. നമുക്കറിയാം, ഇത് ഒരുപാട് എതിർപ്പുകൾ നമ്മൾ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുന്ന, എതിർപ്പുകൾ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്ന സ്ഥലങ്ങളിൽ പോലും എതിർപ്പുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന
ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആയിരിക്കുന്ന ആ നിമിഷങ്ങളുടെ നടുവിൽ നമ്മൾ ആയിരിക്കുമ്പോൾ എന്തുകൊണ്ട് എതിർപ്പുകൾ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയാം, കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉപദ്രവങ്ങൾ ഉണ്ടാകുന്ന കർത്താവ് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. കർത്താവ് ഉത്ഥാനം ചെയ്യുന്നതിന് മുമ്പേ സ്വർഗത്തിലെ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മളോട് പറഞ്ഞ ഒരു കാര്യമാണ്. അപ്പോൾ ഏത് കാലഘട്ടത്തിലും ഏത് നൂറ്റാണ്ടിലും ഏത് ദശകങ്ങളിലും താമസിക്കുന്ന ആളുകൾക്ക് ഉപദ്രവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കർത്താവ് നേരത്തെ മുൻകൂട്ടി നമുക്ക് തന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കണം കഴിയുന്നു. എന്നാൽ ചിലയിടങ്ങളിൽ അത് ഉണ്ടാകുന്നു, ചിലയിടങ്ങളിൽ അത് ഉണ്ടാകുന്നില്ല, ചിലയിടങ്ങളിൽ അത് കൂടുതലായിട്ട് ഉണ്ടാകുന്നു. നമുക്കറിയാം അതിന്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ അതിന്റെ ശക്തി കൂടിയും കുറഞ്ഞും ഒക്കെ ആയിട്ട് പോകുന്നത് നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നു. പല രാജ്യങ്ങളിലും അതിന്റെ സാഹചര്യങ്ങൾക്ക് വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നു. ഈ തലമുറയിലെ സാംസ്കാരിക വ്യതിയാനങ്ങൾ അതിനെ വേറൊരു രീതിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നു. അതിന്റെയൊക്കെ നടുവിൽ നമുക്ക് അനിശ്ചിതത്വമായിട്ട് നിൽക്കുന്ന ആ കാലയളവിൽ നമുക്ക് എന്താണ് നടക്കാൻ പോകുന്നത്, ഭാവി എന്തെങ്ങനെയായിരിക്കും എന്നറിയാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുമ്പോൾ ഞാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശ്രദ്ധയിൽ നമുക്കറിയാവുന്ന ദൈവവചനം തന്നെയാണ്, ഇത് പുതിയതൊന്നുമല്ല. വീണ്ടും എന്നെ ഒന്ന് ഓർപ്പിച്ചുണർത്തിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പൗലോസ് പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട്, അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം മുതൽ 22 മുതൽ 1-2 വാക്യങ്ങൾ ഞാൻ തന്നെ വായിക്കാം. ഇപ്പോൾ ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരുശലേമിലേക്ക് പോകുന്നു. അപ്പോൾ ഓർക്കണം, നമ്മൾ ചെന്ന് കഴിഞ്ഞ് സംഭവിക്കുന്ന എന്തെന്ന് അറിയാൻ വയ്യാത്ത സാഹചര്യമുണ്ട്. എന്നാൽ അറിഞ്ഞിട്ടും സ്വമനസാലെ അതിന് തയ്യാറെടുത്തുകൊണ്ട് പോകുന്ന ക്രിസ്തു ഭക്തന്മാരെയും ക്രിസ്തുവിന്റെ സേനാനികളെയും നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നു. ഇവിടെ പൗലോസ് പറയുകയാണ്, ഒരു കാലഘട്ടത്തിൽ ദൈവസഭയെ ഉപദ്രവിച്ചുകൊണ്ട്, ഒരു കാലഘട്ടത്തിൽ ദൈവസഭയെ എങ്ങനെ മുടിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട്, ഒരു കാലഘട്ടത്തിൽ ദൈവസഭയെ ഉന്മൂലനം ചെയ്യാതെ താൻ സ്വസ്ഥത അനുഭവിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് യെരുശലേമിൽ ശേഷം ദമാസ്കോസിലേക്ക് ഉള്ളവരെ നശിപ്പിക്കുവാൻ വേണ്ടി പോയ വഴിയിൽ ഉണ്ടായ എൻകൗണ്ടറിൽ കർത്താവ് തന്നെ സ്നേഹിച്ച് വിളിച്ച് വേർതിരിച്ച് തന്നെ പഠിപ്പിച്ചെടുത്ത സ്നേഹം നമുക്കറിയാം. അപ്പോൾ പറഞ്ഞു, നീ ആരുടെയൊക്കെ മുമ്പിൽ നിൽക്കണമെന്നും എവിടെയൊക്കെ സാക്ഷ്യം വഹിക്കുന്നു ഞാൻ നിനക്ക് മനസ്സിലാക്കി തരാമെന്ന് പറഞ്ഞ് നിർത്തിയ അങ്ങനെ ആ സ്നേഹത്തിൽ തീർന്ന ദേവദാസൻ എന്താണ് ഇപ്പോൾ പറയുകയാണ്, തന്നെ ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവനായി യെരുശലേമിലേക്ക് പോവുക. അപ്പോൾ തനിക്ക് മനസ്സിലായി താൻ എതിർപ്പുകൾ അവിടെ ഉണ്ടാകുന്ന സാധ്യത, യെരുശലേമിൽ ചെല്ലുമ്പോൾ തനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് തനിക്കറിയില്ല. പക്ഷെ അതിന് മുമ്പായിട്ട് താൻ പറയുകയാണ്, താൻ അതിനുവേണ്ടി തയ്യാറാകുകയാണ് എന്ന് നമുക്ക് കാണുവാൻ തക്കണം കഴിയും. ഇതെപ്പോഴാണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ 20-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യങ്ങൾ, എല്ലാ വാക്യങ്ങളും വായിക്കാൻ നമ്മുടെ മുമ്പിൽ സമയമില്ലല്ലോ. എന്നാൽ താൻ യാത്ര ചെയ്ത് മടങ്ങി യെരുശലേമിലേക്ക് പോകുന്ന കാര്യമാണ്. അപ്പോൾ 16-ാം വാക്യം നമ്മളോട് പറയുന്നത്, പെന്തക്കോസ്ത് നാളാകുമ്പോഴേക്കും യെരുശലേമിൽ എത്തണമെന്ന് പൗലോസ് എന്ത് ചെയ്തു? പൗലോസ് ബന്ധപ്പെടുന്നു. അപ്പൊ ആശയിൽ നിന്നും ഇത് ചെയ്തു, അവിടെ അധികം താമസിയാതെ എഫെസോസിൽ അടുക്കാതെ ഓടണം എന്ന് പോകാൻ. എഫെസോസിലൊക്കെ ഇറങ്ങിയാൽ താൻ അവിടെ പ്രവർത്തിച്ച് സ്ഥാപിച്ച സഭയൊക്കെയാണ്. അപ്പൊ ആളുകൾ കൂടും സമയം ലാഭിക്കാൻ വേണ്ടി തന്നെ അവിടേക്ക് ഓടാതെ തന്നെ ഇങ്ങനെ പോവുകയാണ് അല്ലെ. സഭയിലെ മെലിത്തോസിൽ നിന്നും അവിടെ നിന്ന് ആളുകളെ അങ്ങോട്ട് വരുത്തി അവൻ കണ്ടു, അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് താൻ അവിടെ നിന്നുകൊണ്ട് 19-ാം വാക്യം തൊട്ട് പറയുമ്പോൾ തന്റെ ശുശ്രൂഷയുടെ ഒരു നട്സെല്ല്, ഒരു ചെറിയ സാക്ഷ്യം താൻ ഇതുവരെയുള്ള ശുശ്രൂഷ താൻ എങ്ങനെ നിർവഹിച്ചെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നു. വളരെ താഴ്മയോടെ, വളരെ കണ്ണുനീരോടെ, മാത്രമല്ല യഹൂദന്മാരുടെ കൂട്ടുകളാവുണ്ടായ കഷ്ടങ്ങളോടുകൂടെ കർത്താവിനെ സേവിച്ചു. അപ്പം തനിക്ക് തന്റെ ഒരു ഡിപ്പാർട്ടിംഗ് മെസ്സേജ് ആയിട്ട് അവിടെയുള്ള ദൈവജനത്തോട് പറയാൻ തനിക്കുള്ള മെസ്സേജ് എന്ന് പറയുന്നത്, താൻ പറയുന്നു, ഞാൻ കർത്താവിനെ ഇതുവരെ സേവിച്ചത് വളരെ താഴ്മയോടെയാണ്, വളരെ കണ്ണുനീരോടെയാണ്, മാത്രമല്ല വളരെ കഷ്ടങ്ങളോടും കൂടിയാണ്. അപ്പോൾ കർത്താവിനെ സേവിച്ചത് കൊണ്ട് നമുക്കറിയാം, നമ്മള് ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് നമ്മൾ നോക്കിയാൽ കർത്താവിനെ സേവിച്ചത് കൊണ്ട് മൾട്ടി മില്യനേഴ്സ് ആയ ആളുകളെ നമ്മുടെ സമൂഹത്തിലോ അല്ലാതെ നമുക്ക് നമ്മുടെ ചുറ്റുപാട് ഈ തലമുറയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. ആ പ്രൈവറ്റ് ജെറ്റ്സ് ഒന്നിലധികം ഉള്ളവരെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അവരെ ആരെയും ഞാൻ കുറ്റം പറയില്ല, അവരത് ഉപയോഗിക്കട്ടെ, അവരുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കട്ടെ, അതൊക്കെ നല്ല കാര്യം. പക്ഷെങ്കിൽ നമുക്കറിയാം, എന്നാൽ അവരോടൊക്കെ ചോദിച്ചാൽ അവർക്ക് പറയാൻ കഴിയുന്നത്, ഞാൻ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിയത് കൊണ്ട് എനിക്ക് സമൃദ്ധി ഉണ്ടായി, ഒരു കാർ തന്നെ ബുദ്ധിമുട്ട് ഓടിച്ചിരുന്ന ഞാൻ ഇപ്പോൾ പ്രൈവറ്റ് ജെറ്റ് ഉള്ളവനായിട്ട് മാറിയെന്ന് ഇവര് സാക്ഷ്യം പറയുമ്പോൾ പൗലോസിന് പറയാൻ കഴിയുന്നത് എന്താണെന്നറിയാമോ? ഞാൻ ഇതുവരെ കർത്താവിനെ സേവിച്ചത് വളരെ താഴ്മയോടെയാണ്, വളരെ കണ്ണുനീരോടെയാണ്, വളരെ കഷ്ടങ്ങളോടെയാണ്. തന്റെ ജീവിതത്തിൽ
സുഖ അനുഭവിപ്പാൻ വേണ്ടി അല്ല താൻ കർത്താവിനെ സ്നേഹിപ്പാൻ വേണ്ടി ഇറങ്ങി തിരിച്ചത്. പിന്നെ ഉന്നതങ്ങളിൽ എത്തുവാൻ വേണ്ടി അല്ല താൻ കർത്താവിനെ സ്നേഹിച്ചത്. എന്ത് ചെയ്തു? സന്തോഷത്തിന്റെ ആധിക്യത്തിൽ, സന്തോഷത്തിന്റെ മൂർധന്യാവസ്ഥയിൽ നിന്നുകൊണ്ട് കർത്താവിനെ സ്തുതിക്കാൻ വേണ്ടി, ആരാധിക്കുവാൻ വേണ്ടി, കർത്താവിനെ സേവിക്കുവാൻ വേണ്ടി അല്ല താൻ ഇറങ്ങി തിരിച്ചത്. അപ്പൊ തന്റെ ജീവിതത്തിൽ താഴ്മയുണ്ടായിരുന്നു, വളരെ കഷ്ടങ്ങളുണ്ടായിരുന്നു, കണ്ണുനീരുണ്ടായിരുന്നു. പക്ഷെ തന്നെ ഒരു കാര്യം മാത്രം നിർത്തിയില്ല. ഇതൊക്കെ തന്റെ അകമ്പടിയായിട്ടുണ്ടായിരുന്നെങ്കിലും തന്റെ ശുശ്രൂഷയ്ക്ക് മാത്രം താൻ വിഘ്നം വരുത്തിയില്ല എന്ന് നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നു. ഒന്ന്, തന്റെ സാക്ഷ്യത പറഞ്ഞു. രണ്ട്, താൻ ചെയ്തത് പ്രയോജനമുള്ള ഒന്നും മറച്ചു വെക്കില്ല. ഒന്ന്, പരസ്യമായിട്ട് താൻ വിളിച്ചു പറഞ്ഞു. രണ്ട്, ഹൗസ് വിസിറ്റിങ്ങിലൂടെ വിളിച്ചു പറഞ്ഞു. പിന്നെ അവരെ ഉപദേശിച്ചു. അപ്പൊ ഒന്ന്, കണ്ണുനീരോടെ, താഴ്മയോടെ, കഷ്ടങ്ങളോടെ ദൈവത്തെ സേവിച്ചു. രണ്ട്, പ്രയോജനമുള്ളതൊന്നും താൻ മറച്ചു വെച്ചില്ല. അത് അറിയിക്കേണ്ടവരെ അറിയിക്കേണ്ട രീതിയിൽ ചെറുതായിട്ടായാലും വലുതായിട്ടായാലും അറിയിക്കുവാൻ തക്കണം ഇടയായി തീർന്നു എന്ന് നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നു. ഇനിയും അതിനുശേഷം തനിക്ക് മുമ്പിൽ വന്ന സകലരോടും കർത്താവിനെ കുറിച്ച് സാക്ഷീകരിച്ചു എന്ന് അടുത്ത വചനം പറയുന്നു. ഇത്രയും പറഞ്ഞതിന് ശേഷമാണ് അവിടെ കൂടി വന്ന ആളുകളോട് താൻ പറയുന്നത്, ഇതാ ഞാൻ എന്ത് ചെയ്യുന്നു? ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരൂശലേമിലേക്ക് പോകുന്നു. അപ്പോൾ അടുത്ത താൻ പറയുന്നത് എന്താണെന്നറിയാമോ? അവിടെ തന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നത് ഒരു കൂട്ടം ആളുകൾ, വളരെ വലിയൊരു സ്വീകരണം. നമുക്കിപ്പോൾ ലഭിക്കുന്ന, നമുക്കറിയാം, ദേവദാസന്മാർ പലയിടങ്ങളിൽ യാത്ര ചെയ്ത് എത്തിച്ചേരുമ്പോൾ അവരെ എയർപോർട്ടിൽ ചെന്ന് സ്വീകരിക്കുന്ന പിക്ചറൊക്കെ സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലൊക്കെ നമ്മൾ കാണാറുണ്ട്. നല്ല കാര്യം, അവരെ സ്വീകരിക്കണം, അവരെ ഓണർ ചെയ്യണം. പക്ഷേ ചെയ്യേണ്ടതല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഇവിടെ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം പറയാൻ കഴിയുന്നത്, അനേക രാജ്യങ്ങളിലേക്ക് സുവിശേഷം എത്തിച്ച, ഇസ്രായേലിന്റെ അതിരുകൾക്ക് അപ്പുറത്തായിട്ട് സുവിശേഷവുമായി കടന്നുപോയ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ അന്നത്തെ കാലത്ത് 1-ാം നൂറ്റാണ്ടിൽ ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ സന്ദർശിച്ച ആ കർത്താവിന്റെ ദാസൻ, സുവിശേഷത്തിന് വേണ്ട വാതിലുകൾ തുറന്ന് സഭകൾ സ്ഥാപിച്ച കർത്താവിന്റെ ദാസന് ആ മടക്ക യാത്രയിൽ യെരൂശലേമിലേക്ക് ചെല്ലുമ്പോൾ യെരൂശലേമിലുള്ള സഭ വലിയൊരു സ്വീകരണം കൊടുക്കുമെന്നല്ല തനിക്ക് അവരോട് പറയാൻ കഴിയുന്നത്. താൻ പറയുന്നത്, ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു. അപ്പൊ വലിയൊരു സമൂഹം, യെരൂശലേമിലുള്ള വലിയ സഭ മുഴുവനും, അപ്പോസ്തലന്മാരിൽ അവിടെ ഉള്ളവരെല്ലാവരും കൂടെ എന്നെ സ്വീകരിപ്പാൻ വേണ്ടി ഒരു വലിയ സ്വീകരണ സമ്മേളനം ഒരുക്കിയിട്ടുണ്ടെന്നുള്ളതല്ല തനിക്ക് പറയാൻ കഴിയുന്നത്. താൻ പറയാൻ കഴിയുന്നത്, ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി താൻ യെരൂശലേമിലേക്ക് പോകുന്നുവെന്ന് സ്വമനസ്സാലെ മനസ്സിലാക്കിയിട്ട്, തന്റെ ആത്മാവിൽ അത് മനസ്സിലാക്കിയിട്ടും അതിന് തടസ്സം നിൽക്കാതെ, യാത്ര മാറ്റിവെക്കാതെ മുന്നോട്ട് പോകാൻ തയ്യാറായ വ്യക്തി അടുത്തതായിട്ട് എന്താ പറയുന്നത് അറിയാമോ? താൻ പറയുന്നത്, ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായിട്ട് അവിടെ കാത്തിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മളായിരുന്നെങ്കിൽ പറഞ്ഞേനേം, അത് നമ്മളെല്ലാവരും ആയിരുന്നു പറഞ്ഞേനേം, ഒരു ദിവസം ഇപ്പൊ പോകരുത്, 2 ആഴ്ച കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയട്ടെ, ഇപ്പോഴത്തെ സാഹചര്യം ഒരു വ്യത്യാസം വരട്ടെ എന്ന് മാനുഷികമായിട്ട് പറയുമായിരുന്നു. പക്ഷെങ്കിൽ എന്ത് ചെയ്ത്, അപ്പൊ താൻ പറഞ്ഞല്ലോ പറഞ്ഞത്, താൻ പറയുന്നത് അവിടെ കാത്തിരിക്കുകയാണെങ്കിൽ എനിക്ക് പോയേ കഴിയത്തുള്ളൂ. എന്നാൽ താൻ പറയുന്നു, അവിടെ കാത്തിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നു. നോക്കണം, പരിശുദ്ധാത്മാവ് തനിക്ക് ബന്ധനങ്ങളും കഷ്ടങ്ങളും ഇരിക്കുന്നെന്ന് തന്നിൽ നിന്ന് തന്നെ വ്യാപിച്ചിരിക്കുന്ന, തന്റെ മേൽ തന്നെ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവ് മനസ്സിലാകത്തക്കവണ്ണം ആ പരിശുദ്ധാത്മാവ് തന്നെ എന്ത് ചെയ്തു? പലയിടങ്ങളിൽ സാക്ഷ്യം പറഞ്ഞു. ഒരിടത്ത് മാത്രമല്ല, പലയിടങ്ങളിൽ പലരിലൂടെ എന്ത് ചെയ്തു? തനിക്ക് ബന്ധനങ്ങളും കഷ്ടങ്ങളും ആയിരിക്കുന്നുവെന്ന് നമുക്ക് കാണുന്നു. എന്നിട്ട് താൻ പറയുകയാണ്, അവിടെ എനിക്ക് നേരിടുവാനുള്ളൊന്നും ഞാൻ അറിയുന്നില്ല. എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല എന്താണ് ഞാൻ അഭിമുഖീകരിക്കാൻ പോകുന്നതെന്ന്. എനിക്കറിയത്തില്ല എങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഞാൻ കടന്നു പോകുന്നതെന്ന്. പക്ഷെ പരിശുദ്ധാത്മാവ് സാക്ഷ്യം പറഞ്ഞതുകൊണ്ട്, താൻ അതിന് വിലമതിക്കുന്നത് കൊണ്ട് താൻ പറയുന്നു, എനിക്കൊരു പക്ഷേ ബന്ധനങ്ങൾ ഉണ്ടാകാം, കഷ്ടങ്ങൾ ഉണ്ടാകാം. പക്ഷെ ഏത് രീതിയിലുള്ള ബന്ധനമാണെന്നോ എങ്ങനെയുള്ള കഷ്ടങ്ങളാണെന്നോ എനിക്കറിയില്ല. എങ്കിലും താൻ പറയാണ്, തനിക്ക് പറയാൻ കഴിയുന്നത് എന്താണെന്നറിയാമോ? തന്റെ ഇവിടെയുള്ള ജനത്തോട് തനിക്ക് പറയാൻ കഴിയുന്നത്, എങ്കിലും ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായിട്ടുണ്ടെന്നില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം തനിക്ക് തന്റെ പ്രാണനെ വിലയേറിയതായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നെങ്കിൽ യാത്ര മാറ്റി വെച്ചേനെ, യാത്ര തിരിച്ചുവിട്ടേനെ, മറ്റു സ്ഥലത്തേക്ക്, ആ സ്ഥലം യെരൂശലേമിൽ പോകാതെ തനിക്ക് മറ്റു സ്ഥലങ്ങളിൽ പോകുവാൻ കഴിയുമായിരുന്നു. അല്ലെങ്കിൽ എഫെസോസിലോ മറ്റു സ്ഥലങ്ങളിലോ തനിക്ക് കുറച്ചുനാൾ കൂടെ താമസിക്കാൻ കഴിയുമായിരുന്നു. തന്റെ യാത്ര എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇവിടെ താൻ പറയുകയാണ്, പക്ഷെ അങ്ങനെയല്ല, തന്നെ സംബന്ധിച്ചിടത്തോളം എങ്കിലും എന്റെ പ്രാണനെ വിലയേറിയതായിട്ട് ഞാൻ എണ്ണുന്നില്ല. അപ്പൊ തന്റെ പ്രാണനൊരു വലിയ താൻ കൽപ്പിക്കുന്നില്ല. എന്നിട്ട് താൻ പറയുകയാണ്, എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം. പോകണം, തന്റെ ഓട്ടം, പിന്നെ ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയണം. യേശു തന്ന ഒരു ശുശ്രൂഷയുണ്ട്. യേശു ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് ആ ഉറപ്പുള്ള ദൈവദാസനും ദൈവദാസിയും എതിർപ്പുകളെ കണ്ട് ഭയക്കുകയില്ല, എതിർപ്പുകളുടെ മുമ്പിൽ പതറുകയില്ല, എതിർപ്പുകളുടെ മുമ്പിൽ തളരുകയില്ല. നമ്മൾ പറയും ബുദ്ധിമോശം കാണിക്കരുതെന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും പൗലോസിനെ സംബന്ധിച്ചിടത്തോളം പൗലോസ് എന്ത് ചെയ്തു? പൗലോസിനെ
നമുക്ക് പൗലോസിനെ ബുദ്ധി ഉപദേശിക്കത്തക്കവണ്ണമുള്ള ആത്മീയ പക്വതയോ പരിജ്ഞാനമോ ഒന്നും നമുക്കാർക്കും ഇല്ലല്ലോ. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവദാസന് താൻ പറയുകയാണ്, എന്റെ പ്രാണനെ എനിക്ക് വിലയേറി, എനിക്ക് കഷ്ടങ്ങൾ അവിടെ കാത്തിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് തന്നെ സാക്ഷ്യം പറയുമ്പോൾ ഞാൻ പോകാൻ തയ്യാറായി നിൽക്കുകയാണ്. എനിക്ക് പോയേ മതിയാകുകയുള്ളൂ. അവിടെ ഞാൻ ചെല്ലുമ്പോൾ എന്ത് കഷ്ടമാണ് എനിക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നത് എനിക്കറിയില്ല. പക്ഷെ എനിക്കൊരു കാര്യം എന്നെ കുറിച്ച് പറയാൻ കഴിയുന്ന ഇതാണ്, എനിക്ക് എന്റെ പ്രാണനെ ഞാൻ വിലയേറിയതായിട്ട് എണ്ണുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ഉപദ്രവങ്ങൾ ഒരു പക്ഷേ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ, കഷ്ടങ്ങൾ ഒരു പക്ഷേ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ, വേദനകൾ ഒരു പക്ഷേ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ, പരീക്ഷകളും പരിശോധനകളും ഒരു പക്ഷേ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ, അതിന്റെ നടുവിൽ നിന്നുകൊണ്ട് നമുക്കും പറയുവാൻ തക്കണം കഴിയണം, വാസ്തവമായിട്ട് കർത്താവിനെ സേവിക്കുന്ന, കർത്താവിനെ സ്നേഹിക്കുന്ന, കർത്താവിന്റെ പിന്നാലെ അനുഗമിക്കുന്ന എനിക്കും നിങ്ങൾക്കും പറയാൻ കഴിയേണ്ടത് ഇത് തന്നെയാണ്, ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായിട്ട് എണ്ണുന്നില്ല. കർത്താവ് നമ്മൾ അതിൽ നിന്നും മാറി നിന്നാൽ കുറച്ചു നാളുകൂടെ നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞേക്കാം. ഒരു പക്ഷെ അത് കഴിയുമ്പോൾ അതിനേക്കാൾ വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരാം. എന്നാൽ കർത്താവ് പറയുകയാണ്, തന്റെ പ്രാണനെ വിലയേറിയതായിട്ട് എണ്ണുന്നില്ല. തന്റെ ആഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? തന്റെ ഓട്ടം തനിക്ക് അത് തികയ്ക്കണം, അല്ലെ? തികയ്ക്കണം. 2, സുവിശേഷത്തിന് സാക്ഷ്യം പറയണം. 2, അത് തികയ്ക്കണം, തനിക്കുള്ള സാക്ഷ്യം തികയ്ക്കണം. 3, തന്റെ ശുശ്രൂഷ, തന്നെ ഏൽപ്പിച്ച ഒരു ശുശ്രൂഷയുണ്ട്, ആ ശുശ്രൂഷ തികയ്ക്കണം. എന്ന് പറഞ്ഞാൽ താൻ എന്താ പറഞ്ഞെന്നറിയാമോ? തന്റെ ഓട്ടം തികയുന്ന നിമിഷം വരെ തന്നെ തൊടുവാൻ ശത്രുവിന് കഴിയത്തില്ല. തന്റെ സാക്ഷ്യം തികയ്ക്കുന്ന നിമിഷം വരെ തന്നെ തൊടുവാൻ ശത്രുവിന് കഴിയത്തില്ല. തന്റെ ശുശ്രൂഷ തികയ്ക്കുന്നവരെ തന്നെ തൊടുവാൻ ശത്രുവിന് കഴിയത്തില്ല. അഥവാ ശത്രു തൊടുന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? തന്റെ ശുശ്രൂഷ തികഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ പ്രഭാതത്തിലുമായിട്ട് എന്നെ കേൾക്കുന്ന ദൈവജനത്തോട്, ദൈവദാസന്മാരോട്, ദൈവദാസിമാരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് കൈമാറുവാനുള്ള ദൂതിതാണ്. നമ്മുടെ ജീവിതത്തെ, നമ്മുടെ പ്രാണനെ വിലയേറിയതായി നിന്നുകൊണ്ടാണല്ലോ നമ്മൾ പലപ്പോഴും പലതും നമുക്ക് വേണ്ടി ചെയ്യുന്നത്, പലതും നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. എന്നാൽ അതിനുവേണ്ടി അബദ്ധത്തിൽ ചാടണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ പൗലോസിനോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് പറയാൻ കഴിയണം, എനിക്ക് എന്റെ തീരുമാനം എന്ന് പറയുന്നത് എന്റെ ഓട്ടം തികയ്ക്കണം, എന്റെ ശുശ്രൂഷ തികയ്ക്കണം, എന്റെ സാക്ഷ്യം തികയ്ക്കണം. കർത്താവ് തന്ന ഈ 3 കാര്യങ്ങൾ നമുക്ക് തികയ്ക്കുവാൻ കഴിയുന്നവരെ കർത്താവ് നമ്മളെ തൊടുവാൻ കർത്താവ് അനുവദിക്കത്തില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പായിട്ട് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയണം. അതുകൊണ്ട് കർത്താവ് താങ്കറിയാം, താൻ അവിടെ അടുത്ത വാക്യത്തിൽ നാം പറയുന്നുണ്ട്, ഇനി നിങ്ങളെ കാണത്തില്ല. ഇത് യാത്ര പറഞ്ഞില്ല. അപ്പോൾ തന്റെ ഡിപ്പാർട്ടിംഗ് മെസ്സേജ് ആയിട്ട്, തന്റെ യാത്രാ മൊഴിയായിട്ട് താൻ പറഞ്ഞു പോവുകയാണ്, നിങ്ങളുടെ ഇടയിൽ എന്ത് ചെയ്തു? നടന്നവനായി എന്റെ മുഖം നിങ്ങൾ ആരും ഇനിയും കാണത്തില്ല. നിങ്ങളുടെ ഇടയിൽ ഞാൻ വന്നപ്പോഴെല്ലാം ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ടാണ് നടന്നത്, പക്ഷെങ്കിൽ ഇനിയും അത് കാണുന്നില്ല എന്ന് കാണുന്നു. പക്ഷെങ്കിൽ താൻ അവസാനം അവരെ ഓർപ്പിച്ചുണർത്തുന്നത് എന്താണെന്നറിയാമോ? നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചു കൊള്ളണം. നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾക്ക് ആത്മാക്കളെ നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങളുടെ ശുശ്രൂഷയെ നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങളുടെ സാക്ഷ്യത്തെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് താൻ മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നു. ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുനിന്ന് വിശദീകരിക്കാനുണ്ടെങ്കിൽ ഞാൻ സമയക്കുറവുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. നമുക്ക് പ്ലെയിൻ ആയിട്ട് കാര്യങ്ങൾ മാത്രം ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് മാത്രം പറഞ്ഞു പോകുകയാണ്. അതിന്റെ മറ്റു വശങ്ങളിലേക്കൊന്നും ഞാൻ ഇറങ്ങുന്നില്ല എന്ന് ഞാൻ പ്രത്യേകിച്ച് ഓർപ്പിക്കട്ടെ. കാരണം നമുക്ക് മനസ്സിലാക്കുവാൻ തക്കണം കഴിയുന്നത് അത് തന്നെയാണല്ലോ. അപ്പൊ അത്രമാത്രം വെൽഫെയർ, അവരെ കുറിച്ച് ഉള്ള വളരെ ടെൻഡറായിട്ടുള്ള, വളരെ അഫക്ഷനേറ്റ് ആയിട്ടുള്ള, വളരെ അതേസമയം തന്നെ വളരെ എലക്വന്റ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ടിംഗ് മെസ്സേജാണ് പൗലോസ് അവിടെ കൊടുത്തതെന്നുള്ളത് നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നു. ഇനിയും അടുത്തത് നമുക്ക് കാണുന്ന 21-ാം അധ്യായത്തിൽ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മള് 10-ാം വാക്യം തൊട്ട് നമ്മൾ നോക്കുമ്പോൾ, ഞങ്ങൾ അവിടെ വളരെ ദിവസം പാർത്തിരിക്കുമ്പോൾ അഗബോസ് എന്നൊരു പ്രവാചകൻ യഹൂദയിൽ നിന്ന് വന്നു. നമുക്കറിയാം ഇത് എവിടെ പാർത്തിരിക്കുന്നതാണെന്നുള്ളത് 8-ാം വാക്യത്തോട് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ തക്കണം കഴിയുന്നു. 8-ാം വാക്യം പറയുന്നത്, പിറ്റന്നാൾ ഞങ്ങൾ പുറപ്പെട്ട് കൈസരിയിലെത്തി. 7 പേരിൽ ഒരുവനായ ഫിലിപ്പോസ് എന്ന് പറഞ്ഞാൽ മേശമേൽ ശുശ്രൂഷിപ്പാൻ സ്തെഫാനോസിനോടൊപ്പം തെരഞ്ഞെടുക്കപ്പെട്ട് പിന്നീട് മേശമേൽ നിന്നുള്ള ശുശ്രൂഷ അപ്ഗ്രേഡ് ചെയ്ത്, നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ അപ്ഗ്രേഡ് ചെയ്ത് ആ ശുശ്രൂഷ മാറ്റി വലിയ ശുശ്രൂഷകൾ ചെയ്തതായ ഫിലിപ്പോസ്, അത്ഭുതങ്ങൾ ചെയ്തതായ ഫിലിപ്പോസ്, ആ ഫിലിപ്പോസ് പിന്നീട് എത്യോപ്യക്കാരുടെ രാജ്യയുടെ ഷണ്ടനെ സ്ഥാനപ്പെടുത്തിയ ഫിലിപ്പോസ്, ആ ഫിലിപ്പോസ് കൈസരിയിലുണ്ടായിരുന്നു. കൈസരിയിൽ അവിടെ ചെന്ന് ഒരു സുവിശേഷകന്റെ വീട്ടിൽ ചെന്ന് അവനോടുകൂടെ അവിടെ പാർത്തെന്ന് പറഞ്ഞുകൊണ്ടാണ് 8-ാം വാക്യം തുടങ്ങുന്നത്. അതിനുശേഷം അവിടെ നമ്മൾ കാണുന്നു, അവിടെ ഫിലിപ്പോസിന് 4 പ്രവചിക്കുന്നവരായ 4 മക്കളുണ്ടായിരുന്നു. 4 മക്കളും പ്രവാചകിമാരായിരുന്നു എന്ന് കാണാം. എന്തൊരു സന്തോഷമുള്ള കാര്യമല്ലേ? മരണത്തെ മുഖാമുഖം കാണാതെ ഏറ്റവും വലിയ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ
തന്നെ എന്ത് ചെയ്തു, വലിയ ക്രൂസൈഡ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരൊറ്റ വ്യക്തിക്ക് വേണ്ടി ആ ക്രൂസൈഡ് അവിടെ നിർത്തിയിട്ട് ക്രൂസൈഡിന്റെ ഇടയിൽ നിന്നും പോകാൻ പറഞ്ഞപ്പോൾ അനുസരിച്ച് പോയ ഒരു സുവിശേഷകനെ നമുക്ക് ഫിലിപ്പോസിൽ കാണുവാൻ തക്കണം കഴിയുന്നു. ഒരൊറ്റ വ്യക്തിക്ക് വേണ്ടി. വേണമെങ്കിൽ കർത്താവിന് വേറെ ആളുകളെ ഉപയോഗിക്കാമായിരുന്നു അല്ലേ? കാരണം അത്രമാത്രം അത്ഭുതങ്ങളും മിറക്കൽ ക്രൂസൈഡ് അവിടെ നടന്നുകൊണ്ടിരിക്കുക. ഇന്നത്തെ ലാംഗ്വേജിൽ നമ്മൾ പറഞ്ഞാൽ ആ മിറക്കൽ ക്രൂസൈഡ് നടന്നതിന്റെ ഇടയ്ക്കിലാണ് ഫിലിപ്പോസിനോട് കർത്താവ് പറഞ്ഞത്, നീ ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് പോകാൻ പറഞ്ഞു. അവിടെ പോയപ്പോൾ നമുക്കറിയാം ഒരൊറ്റ വ്യക്തിക്ക് വേണ്ടി. അതിനുശേഷം നമുക്കറിയാം നടന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്കറിയാമെന്ന് ഞാൻ ഇവിടെ കിടക്കുന്നില്ല. എന്നാൽ തനിക്കറിയാം പിന്നീട് ആ മനുഷ്യനെ എന്ത് ചെയ്തു, തന്നെ അനുസരിച്ച വലിയ ശുശ്രൂഷയുടെ നടുവിൽ ഒരൊറ്റ വ്യക്തിക്ക് വേണ്ടി അവിടെ വിട്ടിട്ട് പോകുവാൻ പറഞ്ഞപ്പോൾ ഒരു മടിയും കൂടാതെ പോയി. കർത്താവെ, അവിടെ ഒരാളിനെ ആക്കിയിട്ട് എന്നെ പോലെ കഴിവുള്ള, എന്നെ പോലെ പ്രഗത്ഭനായ ഒരാളെ ഈ ശുശ്രൂഷ തുടരുവാൻ ആക്കി വെച്ചിട്ട് ആളുടെ 2 ദിവസം ട്രെയിൻ ചെയ്തിട്ട് ഞാൻ പോകാമെന്നല്ല ഫിലിപ്പോസ് പറഞ്ഞത്. ആ നിമിഷം തന്നെ അവിടെ നിന്ന് പോകുവാൻ തയ്യാറായി തന്നെ അനുസരിച്ച ആ ദൈവദാസന് നമുക്കറിയാം 4 പെൺമക്കളെ കൊടുത്തു. പക്ഷെ 4 പെൺമക്കളെ കൊടുത്തപ്പോൾ നമുക്കറിയാം പലപ്പോഴും പല കമന്റുകൾ ഒരു പക്ഷെ താൻ അഭിമുഖീകരിക്കേണ്ടി വന്നിരിക്കാം. കാരണം ആൺതരിയ ഭവനത്തിൽ ഇല്ലാഞ്ഞതുകൊണ്ട്. പക്ഷെ ഒരു കുറവോടെ വരുത്തിയില്ല ദൈവം. കാരണം 4 പേർക്കും പ്രവചനവരം കർത്താവ് നൽകിയെന്ന് നമുക്ക് കാണുന്നു. അപ്പൊ കർത്താവിനെ ഭാവി കാര്യങ്ങളെ കുറിച്ച് പറയത്തക്കവണ്ണം, അത് മനസ്സിലാക്കി പ്രവചിക്കത്തക്കവണ്ണം ഉള്ള 4 പുത്രിമാരെ, ദൈവകൃപയുള്ള 4 പുത്രിമാരെ കൊടുത്ത് ആ ദൈവദാസനെ ദൈവം അനുഗ്രഹിച്ചു എന്ന് നമുക്ക് കാണുന്നു. അവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്തു, അവിടെ കുറെ ദിവസങ്ങൾ പൗലോസ് താമസിച്ചു. അവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്തു, യഹൂദയിൽ നിന്നൊരു പ്രവാചകൻ വന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. യഹൂദയിൽ അഗബോസ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ വന്നു. എന്നിട്ട് അവർ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ കൂട്ട് പ്രാർത്ഥിച്ച് ദൂത് പറയില്ലായിരുന്നു, അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്തു, പൗലോസിന്റെ അരക്കച്ച എടുത്തു. പൗലോസിന്റെ അരക്കച്ച എടുത്തിട്ട് തന്റെ കൈകാലുകളെ കെട്ടി. അത് അവിടെ നിന്ന് എടുത്തിട്ട് എന്താ പറഞ്ഞത്, തന്റെ ദേഹത്ത്, അഗബോസിന്റെ ദേഹത്ത് തന്നെ അത് കെട്ടി, കയ്യേലും കാലേലും കൂടെ അത് കൂട്ടിക്കെട്ടിയിട്ട് താൻ പറഞ്ഞു, ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ യഹൂദന്മാർ യെരുശലേമിൽ ഇങ്ങനെ കെട്ടി ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. നോക്കണം, 20-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞത് പരിശുദ്ധാത്മാവ് പട്ടണം തോറും അവിടെ വളരെ കഷ്ടങ്ങളും ബന്ധനങ്ങളും ഏൽക്കേണ്ടി വരുമെന്ന് പരിശുദ്ധാത്മാവ് പലയിടത്ത് സാക്ഷ്യം പറയുന്നുണ്ട്. പക്ഷെ വ്യക്തമായിട്ട് എന്താ സംഭവിക്കുന്നത് എനിക്ക് അറിയത്തില്ല എന്ന് പൗലോസ് പറയുന്ന ഭാഗം നമ്മൾ 20-ാം അധ്യായത്തിൽ കണ്ടു. 21-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ 11-ാമത്തെ വാക്യത്തിൽ വ്യക്തമായിട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത് അഗബോസ് എന്ന പ്രവാചകനിലൂടെ താനെന്ത് ചെയ്തു, താനത് വെളിപ്പെടുത്തി കൊടുത്തു. താന് വിഷ്വലായിട്ട് കാണിച്ചു കൊടുത്തു. എന്താ പറഞ്ഞത്, ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ ഇതുപോലെ ബന്ധിച്ചിട്ട് എന്ത് ചെയ്യണം, ജാതികളുടെ ഇടയിൽ, യഹൂദന്മാരാണ് പിടിക്കുന്നത്, പക്ഷെ ജാതികളുടെ ഇടയിൽ അവരെ ഏൽപ്പിക്കും എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. ഇത് അഗബോസിന്റെ മനസ്സിലുണ്ടായ ഒരു ചിന്തയല്ല, പരിശുദ്ധാത്മാവ് പറയുന്നുവെന്ന്. പരിശുദ്ധാത്മാവ് പറഞ്ഞാൽ പിന്നെ അതിനപ്പുറത്ത് അപ്പീലില്ലല്ലോ. പരിശുദ്ധാത്മാവ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് ആർക്കും തടസ്സം നിൽക്കാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവ് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ അത് ഉവ്വെന്ന് തന്നെയാണല്ലോ. അതുകൊണ്ട് താൻ പറഞ്ഞു എന്ത് ചെയ്ത്, താന് അവിടെ എന്ത് ചെയ്തു, സംഭവിക്കുമെന്ന് പറഞ്ഞു അല്ലെ. അപ്പോൾ അവിടെ പറഞ്ഞത് എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് താൻ പോവുകയാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ പലരും പറഞ്ഞെന്തോ, അത് പറഞ്ഞു, ഇത് കേട്ടാറെ യെരുശലേമിൽ പോകരുതെന്ന് ഞങ്ങളും അവിടുത്തുകാരും അവനോട് അപേക്ഷിച്ചു. അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം പൗലോസിന്റെ കൂടെ യാത്ര ചെയ്തവരും മറ്റുള്ളവരും പറഞ്ഞു അവിടെ പോകരുത്. കാരണം ഇത് വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് പറഞ്ഞു കഴിഞ്ഞ് ഇതാണ് സംഭവിക്കുന്നത്. യെരുശലേമിൽ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ താൻ ബന്ധിതനായി തീരുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. പക്ഷെങ്കിൽ പൗലോസ് എന്താ പറഞ്ഞെന്ന് അറിയാമോ? 13-ാമത്തെ വാക്യം, നിങ്ങൾ കരഞ്ഞ് എന്റെ ഹൃദയം ഇങ്ങനെ തകർക്കുന്നത് എന്ത്? കർത്താവായ യേശുവിന്റെ നാമത്തിന് വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല യെരുശലേമിൽ മരിപ്പാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. നോക്കണം, എല്ലാവരും പറഞ്ഞു പോകരുത്. കൂടെയുള്ളവരെല്ലാം വിശ്വാസികളാണ്, കൂടെയുള്ളവരെല്ലാം പരിശുദ്ധാത്മാവ് നിറഞ്ഞവരാണ്, കൂടെയുള്ളവരെല്ലാം ആത്മാവിൽ സംസാരിക്കുന്നവരും ദൈവത്തെ ആരാധിക്കുന്നവരും ഒക്കെയാണ്. പക്ഷെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ അതിനെ ഒഴിവാക്കുവാൻ വേണ്ടി അവരെല്ലാം ബുദ്ധി ഉപദേശിച്ചു. എന്ത് ചെയ്തു, പോകരുതെന്ന് പറഞ്ഞു. അപ്പൊ പൗലോസ് പറയുകയാണ്, ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല മരിക്കാനൂടെ ഞാൻ ഒരുക്കമാ. അപ്പം ഇത് നമുക്ക് എന്തുകൊണ്ട് നമ്മൾ പല രാജ്യങ്ങളിലുള്ള പ്രിയപ്പെട്ടവർ കർത്താവിന് വേണ്ടി മരിക്കേണ്ടി വരുന്നു? എന്തുകൊണ്ട് പല ഇടങ്ങളിൽ അവർ ഉപദ്രവിക്കപ്പെടുന്നു എന്ന് ചോദിക്കുമ്പോൾ നമുക്കൊക്കെ, എനിക്കും നിങ്ങൾക്കും എല്ലാം വളരെ വേദനകളുണ്ട്. ഓരോ ദിവസവും ആ ക്രിസ്ത്യാനികൾ സഹോദരങ്ങൾ പല രാജ്യങ്ങളിൽ കൊല്ലപ്പെടുന്നത് കേൾക്കുമ്പോൾ നമുക്കൊക്കെ മനോവേദന ഉണ്ടാകാറുണ്ട്. ഇതൊക്കെ നമ്മൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു കർത്താവേ? എന്തുകൊണ്ട് അവർക്ക് അല്പ സ്വാതന്ത്ര്യത്തോട് ആരാധിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ എന്തുകൊണ്ട്, അവരെ വിളിച്ച ദൈവം, അവരുടെ ആ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അവരെ ആയിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് പൗലോസിനെ പോലുള്ള അവസ്ഥയിലാണ്. കാരണം എന്ത് ചെയ്യുന്നു, അവരെ ആ ഒരുക്കത്തോടെ റെഡിയായിരിക്കുക.
എന്തു വന്നാലും ഒരു കർത്താവിനെ തള്ളിപ്പറയാതെ കർത്താവിന് വേണ്ടി ജീവിക്കുന്നതായാലും മരിക്കുന്നതായാലും ക്രിസ്തുവിന് വേണ്ടിയായി തീർന്നിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ നമുക്ക് മറ്റു രാജ്യങ്ങളിൽ കാണുവാൻ തക്കണം കഴിയുന്നു. അതുകൊണ്ട് അവരെ ഭയപ്പെടുന്നില്ല, അവർ മരണത്തെ ഭയപ്പെടുന്നില്ല. മരണത്തെ ഭയമില്ലെങ്കിൽ പിന്നെ വേറെ ഈ പ്രപഞ്ചത്തിൽ ഒരു ശക്തിക്കും നമ്മളെ ഭയപ്പെടുത്തുവാൻ കഴിയത്തില്ല. ജീവിക്കുവാനുള്ള ആഗ്രഹം കൊണ്ടാണല്ലോ പലതും ചെയ്യുന്നത്. ആളുകൾ തട്ടിക്കൊണ്ടുപോയിട്ട് മോചനദ്രവ്യം ആവശ്യപ്പെടുമ്പോൾ മോചനദ്രവ്യം കൊടുത്തിട്ട് അവർ പറയുന്ന അത്ര തുക പറയുന്ന സ്ഥലത്ത് എത്തിച്ചിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാ? ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടാ. മരിക്കാൻ ഒരാൾ തയ്യാറായി കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിയെ പരാജയപ്പെടുത്തുവാൻ ആർക്കും കഴിയത്തില്ല. ഇവിടെ പൗലോസ് അത് തന്നെയാ പറഞ്ഞത്, ഞാൻ കർത്താവിന് വേണ്ടി ബന്ധിതനായി തീരുവാൻ മാത്രമല്ല വേണ്ടി വന്നാൽ മരിക്കുവാനും തയ്യാറാ, ഒരുങ്ങിയിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യില്ല, നിങ്ങൾ ആ കാര്യത്തിൽ വിഷമിക്കണ്ട. എന്നിട്ട് പറയുകയാണ് എന്ത് ചെയ്ത്, എന്നിട്ട് താൻ പറഞ്ഞു, നിങ്ങൾ കരഞ്ഞ് എന്റെ ഹൃദയം തകർക്കരുത്. നിങ്ങൾ എന്റെ ഞാൻ ഹൃദയത്തിൽ ഒരു ഉറപ്പ് പ്രാപിച്ചിട്ടാണ് യെരുശലേമിലേക്ക് പോകുന്നത്. നിങ്ങൾ എന്റെ ഹൃദയത്തിന്റെ ആ ഉറപ്പ് ഇല്ലാതെയാക്കരുത്. അതുകൊണ്ട് താൻ അങ്ങനെ പറയുവാൻ തക്ക ഇടയായി തീർന്നു. എന്നിട്ട് 14-ാം വാക്യം നമ്മൾ കാണുന്നത്, അവനെ സമ്മതിപ്പിച്ചുകൂടാകിയാൽ കർത്താവിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ മിണ്ടാതെയിരുന്നു. നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മളെ ഉപദ്രവിക്കുന്നവരെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ശരിയാണ്. നമ്മുടെ ആഗ്രഹം, ഞാനും നിങ്ങളും എല്ലാം പ്രാർത്ഥിക്കുന്നത് അവർ പുറത്തു വരണമെന്നും അവരെ വീണ്ടും ഉപയോഗിക്കണം എന്നുള്ളതാണ്. പക്ഷെങ്കിൽ ചില സ്ഥലങ്ങളിൽ നമുക്കറിയാം ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നടക്കുന്നു. അപ്പോൾ ആ ദൈവദാസന്മാർക്ക് അവർ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കുമ്പോൾ കർത്താവ് അവരെ സഹായിക്കുന്നത് കൊണ്ട് ആ ഒരവസ്ഥ ഉണ്ടാകുന്നു എന്ന് നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നു. അപ്പൊ ഈ ദിവസങ്ങളിൽ ഈ ഉപദ്രവങ്ങളെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ, രക്തസാക്ഷികളായി മരിക്കുന്നവരെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ, പീഡനങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ, ആ പീഡനങ്ങളെ ഓർത്ത് ഭയപ്പെടുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. പൗലോസ് പറഞ്ഞതുപോലെ നമ്മൾ ജീവനോടെ ഇരുന്നാലും നമ്മൾ ബന്ധിതരായി തീർന്നാലും നമ്മൾ മരിക്കേണ്ടി വന്നാലും നമ്മുടെ ശുശ്രൂഷ തികയ്ക്കണം. നമ്മുടെ ശുശ്രൂഷ തികയ്ക്കാൻ കർത്താവാക്കി വെച്ചിരിക്കുന്ന നാളുകളുണ്ട്, ആ നിമിഷങ്ങളുണ്ട്. നമ്മളെ വിളിച്ച് വിശ്വസ്തരെ എണ്ണി നമ്മളെ ഏൽപ്പിച്ച ഒരു ശുശ്രൂഷയുണ്ട്. ആ ശുശ്രൂഷയുടെ അവസാന നിമിഷമാകുന്നവരെ അത് അതിനപ്പുറത്ത് അതുവരെ ആർക്കും നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ സാക്ഷ്യം തികയ്ക്കണം, നമ്മുടെ ഓട്ടം തികയ്ക്കണം. അപ്പൊ എതിർപ്പുകളെ കണ്ട് ഭയപ്പെട്ടു പോവുകയല്ല, എതിർപ്പുകളുടെ നടുവിൽ പതറിപ്പോവുകയല്ല, എതിർപ്പുകൾ ഉള്ളിടത്ത് നിന്ന് ഓടിപ്പോവുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. എതിർപ്പുകൾ ഉണ്ടെങ്കിൽ അതിന്റെ നടുവിൽ നിന്നുകൊണ്ട് കർത്താവിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഓട്ടം തികയ്ക്കുവാൻ, കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന സാക്ഷ്യം തികയ്ക്കുവാൻ, കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ തികയ്ക്കുവാൻ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. കർത്താവ് അതിനായിട്ട് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ധാരാളമായ ദൈവകൃപ നിങ്ങളുടെ മേൽ പകർന്ന് സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്കൂടെ വിരാമം കുറിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.